ഇന്നത്തെ ക്ലാസ്സിൽ 11ാമത്തെ ചാപ്റ്ററാണ് പറയാൻ പോകുന്നത് പൊതുഭരണം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതാണ് പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ജനാധിപത്യ ഭരണം കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമവും ആകാൻ കാരണമായ സംവിധാനമാണ് പൊതുഭരണം. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നത് ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്താണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. എല്ലാ ജനങ്ങളുടെയും താൽപ്പര്യ സംരക്ഷണം. പൊതുഭരണ കാഴ്ചപ്പാടിനെ സ്വാധീനിച്ച ഗാന്ധിജിയുടെ ആശയം ഗ്രാമസ്വരാജാണ്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ പരിണിത ഫലമായാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ രൂപം കൊണ്ടത്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. മഹാത്മാഗാന്ധിയാണ് ഈ ഒരു വാചകം പറഞ്ഞത്. പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദം. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും ഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം എന്നാണ്. പൊതുഭരണത്തിൻ്റെ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളാണ്. ശ്രേണിപരമായ സംഘടനമാണ്. ആദ്യമായിട്ട് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥരും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളിക്കുന്ന ഭരണരീതിയാണിത്. അടുത്തത് സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. അടുത്തത് യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അടുത്തത് രാഷ്ട്രീയ നിഷ്പക്ഷത, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല, അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അടുത്തത് വൈദഗ്ധ്യമാണ്, പ്രൊഫഷണലിസം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും. അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അറിയപ്പെടുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് 3ആയിട്ട് തരംതിരിക്കുന്നു. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിവയാണ്. അഖിലേന്ത്യാ സർവീസിൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലും സംസ്ഥാന സർവീസിലും നിർമ്മിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവയാണ്. കേന്ദ്ര സർവീസിൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് തുടങ്ങിയവയാണ്. സംസ്ഥാന സർവീസ് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽ ടാക്സ് ഓഫീസർ തുടങ്ങിയവയാണ്. അടുത്തത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. UPSC ചെയർമാനും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. UPSC, PSC എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഭരണ നവീകരണം. അടുത്തായിട്ടും ഭരണ നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നടപടികൾ അറിയപ്പെടുന്നത് ഭരണ നവീകരണം എന്ന പേരിലാണ്. ഭരണം കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദപരവും ആക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തത് ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഗവേണൻസ് എന്ന പേരിലാണ്. ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് ഗവേണൻസ് സഹായിക്കുന്നു. ഗവേണൻസിന് ഉദാഹരണങ്ങൾ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവയാണ്. ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളാണ്. അടുത്തതായിട്ട് സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താലുള്ള സേവനം. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭ്യമാകുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു തുടങ്ങിയവയാണ്. അക്ഷയ കേന്ദ്രം ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ സാക്ഷരരാക്കുക
എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത എന്ന് പറയുന്നത്. പിന്നെ അറിയാനുള്ള അവകാശം. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ആണ്. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. അടുത്തത് വിവരാവകാശത്തിനുള്ള പ്രസ്ഥാനമാണ്. 1990 രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന ബഹുജന സംഘടന ക്ഷാമ ദുരിത ആശ്വാസ പ്രവർത്തനങ്ങളുടെ രേഖകളും ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ കണക്കും ആവശ്യപ്പെടാൻ മുൻകൈയെടുത്തപ്പോൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് വിവരാവകാശത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനം. ഈ ആവശ്യം ആദ്യമായി ഉന്നയിക്കപ്പെട്ടത് രാജസ്ഥാനിലെ വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമായ ഭീം തഹസിലാണ്. സ്കൂളുകൾ, ഔഷധ വിതരണ കേന്ദ്രങ്ങൾ, ചെറിയ ഡാമുകൾ, സാമൂഹ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികളുടെ ഹാജർ പുസ്തകത്തിലെ പേരുകൾ, ബില്ലുകളുടെയും രസീതുകളുടെയും പകർപ്പുകൾ എന്നിവ ചോദിച്ചതിലൂടെ ഗ്രാമവാസികൾ തങ്ങളുടെ അറിയുവാനുള്ള അവകാശം ശക്തമായി ഉന്നയിച്ചു. പൊതുവിചാരണ സംഘടിപ്പിക്കപ്പെട്ട വർഷങ്ങൾ 1994-1996 വിവരാവകാശത്തെ ഒരു ദേശീയ വർഷമായി ഉയർത്തുന്നതിനുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി MKS ജനങ്ങളുടെ വിവരാവകാശത്തിനുള്ള ദേശീയ സമിതി രൂപീകരിച്ച 1996. വിവരാവകാശത്തിനു വേണ്ടിയുള്ള കരട് രൂപം നിർദ്ദേശിച്ചത് ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസിൽ, ഷൂറി കമ്മിറ്റി എന്നിവയാണ്. ഇതിൻ്റെ ഫലമായി ഒരു ദുർബലമായ വിവര സ്വാതന്ത്ര്യ നിയമം നിർമ്മിക്കപ്പെട്ടത് 2002 ഇതൊരിക്കലും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പിന്നെ വിവരാവകാശ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2004 വിവരാവകാശ ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച 2005 ജൂണിലാണ്. MKS വികസിപ്പിച്ചെടുത്ത ഒരു നാടകരൂപം ഗോദല രഥയാത്രയാണ്. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങളാണ് അടുത്തത്. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, മെമ്മോകൾ, കരാറുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരങ്ങൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവയാണ്. പ്രമാണങ്ങൾ, ഉപദേശങ്ങൾ, സ്ഥിതിവിവര കണക്കുകൾ, ലോഗ് ബുക്ക്, മാതൃകകൾ, സർക്കുലർ, ഉത്തരവുകൾ, പത്രക്കുറിപ്പ് തുടങ്ങിയവയാണ്. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ, വ്യക്തികളുടെ ജീവന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ തുടങ്ങിയവയാണ്. അടുത്ത വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും അടങ്ങലാണ് വിവരാവകാശ കമ്മീഷൻ. ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഈ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അടുത്ത സേവനാവകാശ നിയമമാണ്. സർക്കാർ സേവനങ്ങൾ കൃത്യമായി ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണിത്. സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരനു നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. അടുത്ത ലോക്പാൽ, ലോകായുക്ത. ഭരണത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. അടുത്ത സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസറുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇത് നിലവിൽ വന്ന വർഷം 1964 മുഖ്യ വിജിലൻസ് ഓഫീസറും വിജിലൻസ് കമ്മീഷണർമാരും ഉൾപ്പെട്ടതാണ് വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്.
അടുത്തത് ഓംബുഡ്സ്മാൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജന പക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അത് അന്വേഷിക്കുന്ന സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് സിവിൽ സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ. പിന്നെ ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായുള്ള സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ.